എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശം നയനിയും എല്ലാം അറിയുന്നു. അതുകൊണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ട്, സേവ്യറെ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്ന്. അന്നേരം സേവ്യർ പറയുന്നുണ്ട്, ആ നന്ദി ഞാൻ ഇടയ്ക്ക് ജ്വല്ലറി വരുമ്പോൾ കാണിച്ചാൽ മതി, ഇത്തിരി പൈസയൊക്കെ ഒന്ന് കുറച്ച് തന്നാൽ മതി എന്ന് പറയുമ്പോൾ, കുറച്ച് തരുമല്ലോ, നിനക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരും എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത്. പോന്നു കഴിഞ്ഞ് ആദർശം നയനയുടെ ഒരിടത്ത് വണ്ടി കൊണ്ടിട്ടിട്ട് സംസാരിക്കുവാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് നയനെ ചോദിക്കുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇതിന് നമുക്കൊരു ക്ലൈമാക്സ് സെറ്റ് ചെയ്യണം, ഇത് സത്യമാണ് എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോകണ്ട എന്ന് പറയുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, ഏതായാലും ചേച്ചി എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലോ, എനിക്ക് സന്തോഷമായി, എനിക്ക് എൻ്റെ നയനേച്ചിയെ തിരിച്ചു കിട്ടാൻ പോവാണ്. ആ ഒരു സന്തോഷം എത്ര പറഞ്ഞാലും തീരില്ല. പിന്നെ ചേച്ചീനെ ഏകദേശം ഉപേക്ഷിച്ച മട്ടിലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ, അവർക്കും സന്തോഷമാകും എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അവർ കാര്യങ്ങളൊക്കെ അറിയട്ടെ, ഇനി അവളെ അവരെത്രത്തോളം വെറുത്തിരുന്നു അതിൻ്റെ ഇരട്ടി സ്നേഹിച്ച് ആ ഒരു സങ്കടം അങ്ങ് മാറ്റട്ടെ എന്നൊക്കെ പറയുന്നു. അന്നേരം നയന ചോദിക്കും, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം അതിനുള്ള വഴി ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആദർശ് ഫോൺ എടുത്ത് ദേവയാനിയെ വിളിക്കുവാണ്. അത് കഴിഞ്ഞ് ദേവയാനി നവ്യയുടെ അടുത്തോട്ട് ചെല്ലുന്ന കേട്ടോ കാണിക്കുന്നത്. ദേവയാനി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, മോള് പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്യാം, അഭിനയമാണ് നവ്യക്ക് തോന്നുകയും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് അടുത്തോട്ട് ചെല്ലുന്നു. അന്നേരം നവ്യ ടെറസിൽ നിൽപ്പുണ്ട്, എന്തൊക്കെ ആലോചിച്ചുണ്ട്. അന്നേരം നവ്യയുടെ അടുത്തോട്ട് വന്നിട്ട് ദേവയാനി ഇങ്ങ് പൊട്ടിത്തെറിക്കുക, എടി നീ അറിഞ്ഞിട്ടാണോ എൻ്റെ മോനെയും മോളെയും ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയത്? ഈ കാര്യങ്ങളൊക്കെ അഭി നിന്നോടും പറഞ്ഞു കാണുമല്ലോ, എന്നിട്ടും നീ ഒരു അക്ഷരം പുറത്തു പറഞ്ഞില്ലല്ലോ. സ്വന്തം കൂടപ്പിറപ്പിനോട് പോലും സ്നേഹമില്ലാത്ത നിന്നെ ഇനി എങ്ങനെയാടി വിശ്വസിക്കുന്നത്? നീ ഒരു കാര്യം ഓർത്തോ, എൻ്റെ നയന ഗർഭിണിയാണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പിന്നെ ഇവിടെ കാണിയല്ല, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, അമ്മായി എന്നത് ഈ പറയുന്നത്, ഞാനൊന്നും അറിഞ്ഞില്ല, അവൾക്ക് എന്ത് പറ്റിയെന്നാണ് പറയുന്നത്, അവൾ ആരാ തട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ദേ എൻ്റെ മുന്നിൽ അഭിനയിക്കണ്ട കേട്ടോ, നീ നോക്കിക്കോ, നയനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കുകയില്ല കളി, പിന്നെ ഒറ്റയാണ് ഇവിടെ സമാധാനത്തോടെ ജീവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോവും. എന്നിട്ട് മാറി നിന്ന് നവ്യ നോക്കും കേട്ടോ. അവിടത്തേക്കും ഭയങ്കര ടെൻഷനായി നവ്യയ്ക്ക്. നവ്യ അപ്പം തന്നെ നമിതയെ വിളിക്കും. എന്നിട്ട് ഇങ്ങനെ പറയുവാണ്, നയനെയും ആദർശേനെ ഏതോ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി എന്ന് ആദർശൻ്റെ അമ്മ എന്നോട് വന്ന് പറഞ്ഞു. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ നയനയ്ക്ക് ഒന്നും സംഭവിക്കരുത്, അവളിപ്പം പ്രഗ്നൻ്റ് ആണ്, ഈ സമയത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്ത, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് എന്നെ കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറയുമ്പം നമിത പറയുന്നുണ്ട്, നീ ടെൻഷൻ ആകണ്ട, ഫോം വയ്ക്കുക, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന്. അങ്ങനെ നമിത ഫോം വെച്ച് കഴിയുമ്പോഴേക്കും ടെൻഷനോട് കൂടി തന്നെ നവ്യ പെട്ടെന്ന് റൂമിലേക്ക് പോകുന്നു. അന്നേരം ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നവ്യയ്ക്ക് നയനോട് നല്ല സ്നേഹമുണ്ട് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ദേവയാനി ഈ കാര്യങ്ങളൊക്കെ ആദർശിനെയും നയനെയും കൂടെ വിളിച്ചു പറയുന്നു. അന്നേരം പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ, നവ്യയ്ക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, നയനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതി ഭയങ്കര ടെൻഷനോട് കൂടി അവൾ നമിതയെ വിളിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞപ്പോൾ റൂമിലോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഏതായാലും നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞതൊന്നും നവ്യ അറിയണ്ട, അമ്മ ഇടയ്ക്ക് നവ്യനെ ഒന്ന് ശ്രദ്ധിക്കണം, ഇടയ്ക്ക് ഒന്ന് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു, അന്നേരം കുറച്ച് ടെൻഷൻ കൂടി കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത് നമുക്ക് കാണാലോ എന്നൊക്കെ ആദർശ് ദേവയാനിയോട് പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് ദേവയാനിയും പറയുന്നുണ്ട്, അവൾ സത്യമെല്ലാം അറിഞ്ഞിട്ട് അഭിനയിക്കുമായിരുന്നല്ലോ, പക്ഷേ ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അത് ഓർക്കുമ്പോൾ എനിക്ക് ആകെ സങ്കടമാവുന്നുണ്ട് എന്ന് ദേവയാനി പറയുമ്പോൾ, അതൊന്നും സാരമില്ലമ്മേ, സത്യം അറിയാതെയല്ലേ അമ്മയും ഓരോന്ന് ചെയ്തത്, അതോർത്ത് വിഷമിക്കേണ്ട എന്ന് നയനയും പറയുന്നുണ്ട്. ഏതായാലും ഇതുകൂടെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഇനി ഓർപ്പിക്കാമല്ലേ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന്. എനിക്കിപ്പം ആകെ സങ്കടം തോന്നുക, നവ്യേച്ചി ഇപ്പം കടന്നു പോകുന്ന അവസ്ഥ എന്തായിരിക്കുമെന്ന്. ചേച്ചി ഇതെല്ലാം അറിഞ്ഞിട്ട് ആരോടും ഒന്നും പറയാൻ സാധിക്കാതെ അതെല്ലാം മനസ്സിലൊതുക്കിയല്ലേ ആദർശേട്ടൻ നടക്കുന്നത് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ശരിയാണ്, അബിയെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നിട്ടും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ആരോടും ഒന്നും പറയാൻ കഴിയാതെ അവൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഏതായാലും അതിനെല്ലാം ഒരു ക്ലൈമാക്സ് നമുക്ക് ഇന്ന് ഉണ്ടാക്കണം എന്ന് പറയും. അന്നേരം എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് നയന ചോദിക്കുമ്പം, നമ്മളിപ്പം നമിതയുടെ വീട്ടിലോട്ട് പോവാണ്, അവിടെ ചെന്ന് നമിതയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അവർ നേരെ നമിതയുടെ വീട്ടിലോട്ട് ചെല്ലുവാട്ടോ. അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുന്നു. നമിത ഡോറ് തുറന്നു കഴിയുമ്പോൾ ഇവർ രണ്ടുപേരില്ലേ കാണുന്നേ. അന്നേരം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. അന്നേരം നയന ഞങ്ങളെ അറിയോ എന്ന് ചോദിക്കുന്നു. അന്നേരം അറിയാം എന്ന് പറയുമ്പം, നവ്യേച്ചിയുടെ അനിയത്തിയാണ് ഞാൻ, സ്വന്തം അനിയത്തിയാണ് എന്ന് പറയുമ്പോൾ, എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം നയന, എനിക്ക് നമിതേനെ മനസ്സിലായില്ല, ചേച്ചിയുടെ ഏത് കൂട്ടുകാരിയാണ്, ഇതിനു മുമ്പൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, ബാക്കി കൂട്ടുകാരൊക്കെ എനിക്ക് ഏകദേശം അറിയാം എന്ന് പറയുമ്പം നമിത പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് 1ാം ക്ലാസ് തൊട്ട് 5 വരെ പഠിച്ചതാണ്, അതിനുശേഷം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ദുബായിക്ക് പോയി, പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാണ് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയത് എന്ന് പറയുമ്പം, ഞാനും ചേച്ചിയുടെ സ്കൂളിൽ തന്നെയായിരുന്നു, എന്നിട്ട് നമിതയെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പം നമിത പറയുന്നുണ്ട്, അത് കുഞ്ഞിലേ അല്ലേ, എനിക്കിപ്പോൾ ഒരുപാട്
ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ലേ, അതുകൊണ്ടാണ് ഓർമ്മ വരാത്തത് എന്ന്. അത് കഴിഞ്ഞ് ആദർശ് പറയുന്നുണ്ട്, നമിതയാണ് എനിക്ക് ഓരോ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നത് എന്നും അതിൻ്റെ എല്ലാം പിന്നിൽ നവ്യയായിരുന്നു എന്നും ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പം ആദ്യം ഒന്ന് ഉരുണ്ട് കളിക്കും നമിത. അത് കഴിയുമ്പോൾ ആദർശ് പറയും, നിങ്ങൾ രണ്ടുപേരുടെയും ചാറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഞങ്ങളതൊക്കെ സംഘടിപ്പിച്ചായിരുന്നു, അതുകൊണ്ട് ഇനി അത് കാണിച്ചാലേ സത്യം സമ്മതിക്കുള്ളൂ എന്ന് ചോദിക്കുമ്പം നമിത പറയുന്നുണ്ട്, വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. എന്നിട്ട് നമിത പറയുന്നുണ്ട്, ഞാൻ ദുബായിൽ നിന്ന് വന്ന സമയത്ത് നവ്യനെ കണ്ടുമുട്ടി, അവളുടെ ബുദ്ധിമുട്ടുകളും അവളുടെ വിഷമങ്ങളും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. അങ്ങനെയാണ് ഞാൻ അവളുടെ കൂടെ കൂടിയത്, അവൾക്ക് വേണ്ടി ഓരോന്നും ചെയ്യാൻ അവളോടൊപ്പം നിന്നത് എന്നൊക്കെ പറയുമ്പം നയന പറയും, എങ്കിലേ നമിത ഫോൺ ഇങ്ങ് തരാമോ, എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറയും. നമിതയുടെ ഫോണിൽ നിന്ന് നയന നവ്യയ്ക്കൊരു മെസ്സേജ് അയക്കും. എന്നിട്ട് ഫോൺ തിരിച്ചു കൊടുക്കുകയെ. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഈ മെസ്സേജ് കാണുന്ന ഉടനെ ചേച്ചി ഇവിടെ എത്തും, എന്നിട്ട് വേണം ചേച്ചിയോട് ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാൻ എന്ന്. അവർ മെസ്സേജൊക്കെ അയച്ച് നവ്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നവ്യയുടെ ഫോണിലേക്ക് ഈ മെസ്സേജ് ചെല്ലുമ്പോഴേക്കും ആകെ ടെൻഷനായി നവ്യയ്ക്ക്. മെസ്സേജ് ഇങ്ങനെയാണ്, നീ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് വരണം, എന്താണ് എന്നൊന്നും ചോദിക്കരുത്, പെട്ടെന്ന് വരണം, ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിട്ടേക്കുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ നവ്യയ്ക്ക് ആകെ ടെൻഷൻ. അവൾ ഇങ്ങനൊരു മെസ്സേജ് ഇടണമെങ്കിൽ അതിനകത്ത് എന്തോ കാര്യമുണ്ടല്ലോ എന്നോർത്ത് നവ്യ അപ്പം തന്നെ നമിതയുടെ വീട്ടിലോട്ട് എത്തുന്നു. വീട്ടിൽ വന്ന് കോളിംഗ് ബെല്ലടിച്ച് ഡോറ് തുറക്കുന്നത് ചാടി അകത്ത് കയറി ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എന്താടി പ്രശ്നം, എന്താ സംഭവിച്ചത്, നയനിക്കും ആദർശേട്ടനും എന്തെങ്കിലും സംഭവിച്ചോ, എൻ്റെ നയനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ, എങ്കിൽ ഞാൻ ഒറ്റെണ്ണത്തിനെ വെറുതെ വിടിയല എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക നമിത. ഇത് നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം അകത്തുനിന്ന് നയനയും ആദർശോടെ ഇറങ്ങി വരും. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അന്നേരം നവ്യ പെട്ടെന്ന്, നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളിങ്ങോട്ട് വന്നു, പല കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പം, നിങ്ങൾ എന്തറിഞ്ഞെന്നായി പറയുന്നത് എന്ന് നവ്യ ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇനി നീ ഒരുപാട് ഒളിക്കാനൊന്നും നിൽക്കണ്ട, ഞങ്ങളെല്ലാം അറിഞ്ഞു എന്ന്. അതുപോലെ നമിതയും പറയും, എല്ലാം അറിഞ്ഞിട്ട് ആദർശേട്ടനും നയനയും കൂടെ വന്നിക്കുന്നത് എന്നും പറയുന്നു. അന്നേരം നയന, ഈ അഭിനയമൊക്കെ എന്നോട്ടാണ് തുടങ്ങിയത്, ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അത് കുറച്ച് കാലമായി, എന്താ അപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ല, ഏതായാലും ചേച്ചി സത്യങ്ങൾ അറിഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതെ, ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു, അതിനുശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോന്നും ചെയ്യാൻ തുടങ്ങിയത്, അതിന് എൻ്റെ കൂടെ നിന്നത് നമിതയാണ്, അതിന് ഇവളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, അതിന് പകരമായിട്ട് നമിതയ്ക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും, നമിത ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം നമിത പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും ചെയ്തു തരേണ്ട കാര്യമില്ല, കാരണം ഇവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞാൻ തിരിച്ചു വന്ന് ഇവളുടെ വിഷമങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ അവളുടെ കൂടെ നിന്നത് എനിക്ക് അവളെ അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടാണ്, മുന്നിൽ അപകടമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവളുടെ കൂടെ നിന്നത്, അത് ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് എന്നൊക്കെ പറയുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, ഏതായാലും നല്ല കാര്യം, ചേച്ചി എല്ലാം അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി, എനിക്ക് എൻ്റെ ചേച്ചി തിരിച്ചു കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഏതായാലും നിങ്ങൾ സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അത് ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് പുറത്തേക്ക് പോകാം എന്ന് പറയുന്നു. പോരാമെന്ന് ആദർശം പറയുന്നു. അത് കഴിഞ്ഞ് നമിതയോട് യാത്രയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ാണ് നവ്യ പോകുന്നത്. പിന്നെ വരാട്ടോടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെയാണ് അവിടുന്ന് നവ്യയും ആദർശം നയനയും കൂടെ പോരുന്നത്. നമിതയ്ക്ക് ഒരുപാട് സന്തോഷമായി, ഇനിയിപ്പോൾ നവ്യയ്ക്ക് ഒരാളുടെ തുണയായല്ലോ, അവർ രണ്ടുപേരും ഇനി നവ്യയുടെ കൂടെ നിന്നോളൂല്ലോ എന്നൊക്കെ ഓർത്ത്. എന്തായാലും അവരവിടെ നിന്ന് പോരുന്നു. അത് കഴിഞ്ഞ് ഒരിടത്ത് പോയി സംസാരിക്കുക. അന്നേരം ദേഷ്യം വന്നിട്ട് നവ്യ പൊട്ടിത്തെറിക്കുവാണേ. അബിക്ക് ഉണ്ടായതാണ് ചന്തുമോള് എന്നറിഞ്ഞിട്ടും നിങ്ങൾ എത്ര കാലം അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചു, അതിനെല്ലാം ശേഷം കുറേ നാടകങ്ങൾക്ക് ശേഷമാണല്ലോ നിങ്ങൾ അത് തുറന്നു പറഞ്ഞേക്കാം എന്ന് തീരുമാനിച്ചത്, എന്നിട്ട് അമ്മയെ കൊണ്ട് തുറന്നു പറയിപ്പിച്ചു, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു, ജീവിതകാലം മൊത്തം അങ്ങ് ഒളിച്ചു വെക്കാൻ മേലായിരുന്നോ, എന്നിട്ട് ആ ദുഷ്ടൻ്റെ കൂടെ ഞാൻ ജീവിക്കട്ടെ എന്നങ്ങ് തീരുമാനിക്കാൻ മേലായിരുന്നോ, അതല്ലായിരുന്നോ നല്ലത് എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കരമായിട്ട് നവ്യ ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം ചേച്ചി അന്ന് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് നയന പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അമ്മ എന്നോട് സത്യങ്ങൾ പറഞ്ഞപ്പം ഞാൻ എതിർത്തുവെങ്കിലും അതിന് പിന്നിലെ സത്യം അറിയാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അതിൻ്റെ കൂടെ ചെയ്ത ഒരു കാര്യമായിരുന്നു DNA ടെസ്റ്റ് നടത്തുക എന്നുള്ളത്. അതിനുവേണ്ടി ഉള്ള തെളിവുകളെല്ലാം ശേഖരിച്ച് ഞാൻ DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സമീപിച്ച് ഡേവിഡ് സാറിനെ ആയിരുന്നു. ഡേവിഡ് സാറ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞത് അത് അഭിയുടെ കുഞ്ഞല്ല എന്നായിരുന്നു. അന്ന് എനിക്ക് സ്വർഗം കീഴടക്കിയ സന്തോഷമായിരുന്നു. നിങ്ങളെല്ലാം എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഞാൻ കരുതി. പക്ഷേ ഇതേ തെളിവുകൾ എല്ലാം ഞാൻ നമിതയുടെ കയ്യിലും കൊടുത്തിരുന്നു. അവൾക്ക് പരിചയമുള്ള ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവൾ സത്യാവസ്ഥ എന്നോട് പറഞ്ഞു. അന്ന് എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു. പിന്നെ ഞാൻ കരുതി അങ്ങനെ ചെയ്യരുത്, അവനെ ഒന്നുമില്ലാതെ ആക്കണം, അതിനുവേണ്ടി ഞാൻ അഭിനയിക്കണം, അവൻ്റെ രഹസ്യങ്ങളെല്ലാം
ചോർത്തിയെടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആദർശേട്ടനെ ഓരോ കാര്യങ്ങൾ ഞാൻ അറിയിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരുന്നു എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട് അന്ന് അനന്തപുരിയുടെ പടി ഇറങ്ങിപ്പോയത് ആദർശേട്ടനും നയനയായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല വേണ്ടത്. അവൻ ആ വീടിൻ്റെ പടി ഇറങ്ങണം. അങ്ങനെ അവൻ ആ വീടിൻ്റെ പടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവനെ പൂട്ടണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിനി ചെയ്യേണ്ടത് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് നവ്യ പറഞ്ഞാൽ മതി, ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും AN ജ്വല്ലറി തുടരുന്നത് നമ്മുടെ ജ്വല്ലറിക്കും അനന്തപുരി തറവാടിനും വേണ്ടിയാണ്. എനിക്കറിയാം പിടിക്കപ്പെട്ടാൽ എൻ്റെ ജീവിതം തീർന്നു, അവരെന്നെ കൊല്ലും എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇതാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അങ്ങനെ ചേച്ചിനെ കൊല്ലാനൊന്നും അവന് സാധിക്കില്ല. അങ്ങനെ ചേച്ചിയെ മരണത്തിന് ഞങ്ങൾ വിട്ടുകൊടുക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അങ്ങനെ മരിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളല്ലേ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ മരണം അത്ര വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. അതുപോലെയാണ് ഞാനിപ്പം അനുഭവിക്കുന്നത് എന്ന് നവ്യ പറയുന്നുണ്ട്. അതുപോലെ നവ്യ ആദർശനോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തു എന്ന് കരുതി ഞാൻ ആദർശേട്ടനെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് എനിക്കറിയാം. എങ്കിലും ആദർശേട്ടൻ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അതൊന്നും സാരമില്ല, ഇപ്പം നീ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ, അബിയെപ്പോലെ ഒരു ചതിയനെ തിരിച്ചറിഞ്ഞു എന്ന് തന്നെ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് ആദർശം നവ്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നവ്യ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവന്തികയ്ക്ക് ഒരിക്കലും അനിയെ കിട്ടരുത്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഒരു വിവാഹം നടക്കരുത്. അങ്ങനെ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നീട് അനന്തപുരി തറവാട്ടിലും മൂർത്തി ജ്വല്ലറിയിലും അഭിയും അഭിയുടെ അമ്മയും പിടിമുറുക്കും. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് പറയുമ്പം നയന ചോദിക്കും അതിനു വേണ്ടിയാണോ ചേച്ചി നന്ദുവും നവീനും തമ്മിലുള്ള വിവാഹം മുടക്കാൻ ശ്രമിച്ചത്? അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് നവീനെ അറിയിച്ചത് അതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പം അതേ എന്ന് പറയും. എന്നിട്ട് നവ്യ പറയുന്നുണ്ട് അതുമാത്രമല്ല അനി ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് നന്ദുവിനെ. അതുകൊണ്ട് അവർ തമ്മിലാണ് ഒന്നിക്കേണ്ടത്. നമ്മൾ രണ്ട് മരുമക്കളുടെ കൂടെ അങ്ങോട്ടേക്ക് നന്ദുവും വന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാനില്ല. അവളാണ് ആ വീട്ടിലേക്ക് വരേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോന്നും ചെയ്യേണ്ടത് എന്ന് പറയുന്നു. വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടക്കണം, അതാണ് ശരി എന്ന് പറയുമ്പോഴേക്കും ഏതാണ്ട് തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ നിൽക്കുന്നുണ്ട് നയനാട്ടോ. ഇത്രയും കാലം അനി പുറകെ നടന്നപ്പം അനി അത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. നവ്യ ഉറപ്പിച്ച് പറയുന്നുണ്ട് ആ വിവാഹമേ നടക്കുകയുള്ളൂ, അല്ലാതെ ഒന്നും നടക്കരുത് എന്ന്. അന്നേരം നയനയും അത് സമ്മതിക്കുന്നു, ആദർശം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് നിൽക്കുന്നത് നവീനായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അന്നേരം നവ്യ പറയും അതൊക്കെ ശരിയാണ്, പക്ഷേ ഇതിൻ്റെ എല്ലാ അവസാനം അനിയും നന്ദുവും ഒന്നിക്കും, അതെനിക്ക് ഉറപ്പാണ്, അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നൊക്കെ പറയും. പിന്നെ രണ്ടുപേരോട് കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. എന്തായാലും ചേച്ചീനെ എനിക്കിങ്ങനെ തിരിച്ചു കിട്ടിയല്ലോ എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ അറിഞ്ഞ ഈ സത്യങ്ങൾ ഒരിക്കലും അഭിയോ അവൻ്റെ അമ്മയോ പെങ്ങളോ ആരും അറിയരുത്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് എന്ന് പറയുന്നു. അന്നേരം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സന്തോഷിച്ച് മൂന്നുപേരോട് സംസാരമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.